കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന 200 ഗ്രാം ബീഫാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. പിന്നെ വേണ്ടത് പൊട്ടറ്റോ വേവിച്ചതാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേവിച്ചെടുത്ത ബീഫ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ബീഫ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. വെളുത്തുള്ളി ചേർക്കാം. രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്തു. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴന്നു വരണം. സവാള ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായിട്ട് കീറിയെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ബീഫ് ചേർക്കാം. നന്നായിട്ടും ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ക്രഷ് ചെയ്ത് ചേർക്കാം. നന്നായിട്ടും ഇളക്കി യോജിപ്പിക്കുക.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. 3 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാം. മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കുറച്ചെടുത്ത് ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുളകളാക്കി എടുക്കണം. ഇത് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. എല്ലാ ഉരുളകളും ഒരുപോലെ ആയിരിക്കണം, എങ്കിലാണ് കട്ട്ലറ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ കട്ട്ലറ്റ് ഇടാം. കട്ട്ലറ്റ് ഒന്ന് മറിച്ചിടാം. കട്ട്ലറ്റ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബീഫ് കട്ട്ലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.